നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. തിരക്കേറിയ നഗരമായ നോയിഡയുടെ ഹൃദയഭാഗത്താണ് നിദാരി എന്ന ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 2005-നും 2006-നും ഇടയിൽ ഇവിടം ഇന്ത്യയിലെ ഏറ്റവും ഭയാനകമായ ക്രിമിനൽ കേസുകളുടെ പ്രഭവ കേന്ദ്രമായി മാറി. 2 വർഷമായി കുട്ടികളും യുവതികളും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷരായിക്കൊണ്ടിരുന്നു. ആവർത്തിച്ചിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നിട്ടും കാണാതായവർ കുടുംബ വഴക്കിനെ തുടർന്ന് വീട് വിട്ടുപോയ കൗമാരക്കാരാണെന്ന് അവകാശപ്പെട്ട് നോയിഡ പോലീസ് തിരോധാനത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ സത്യം വളരെ ഇരുണ്ടതായിരുന്നു. നോയിഡയിലെ സമ്പന്ന മേഖലകളുടെ തണലിൽ ജീവിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് നിദാരിയിലുള്ളത്. ഗ്രാമത്തിനും സമീപത്തെ ബംഗ്ലാവുകൾക്കും ഇടയിൽ ഒരു ക്ലാസ് വിഭജനമുണ്ടായിരുന്നു. അവിടെ അറിയപ്പെടുന്ന ഒരു ബംഗ്ലാവായിരുന്നു വ്യവസായി മോനീന്ദർ സിംഗ് പന്തറിൻ്റെ ഉടമസ്ഥതയിലുള്ള സെക്ടർ 31-ലെ D5. 2006 ഡിസംബറിൽ അവിടുത്തെ 2 താമസക്കാരായ ജബ്ബുലാൽ, പപ്പുലാൽ എന്നിവർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടെത്തി. D5 ബംഗ്ലാവിന് പിന്നിൽ ഒരു വാട്ടർ ടാങ്കിന് സമീപം ഒരു ഓവുചാലിൽ മനുഷ്യ അവശിഷ്ടങ്ങളായ തലയോട്ടികൾ, അസ്ഥികൾ, വസ്ത്രങ്ങളുടെ ശകലങ്ങൾ എന്നിവ കണ്ടെത്തി. ഇവർ രണ്ടുപേരും അവരുടെ കാണാതായ മക്കളുടെ അന്വേഷണത്തിലായിരുന്നു. അന്ന് നിദാരിയുടെ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം അനാവരണം ചെയ്യുകയായിരുന്നു. D5-ന് സമീപം അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി താമസക്കാർ അന്നു തന്നെ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ആദ്യം കണ്ടെത്തലുകൾ തള്ളിക്കളഞ്ഞുവെങ്കിലും പൊതുജന പ്രതിഷേധത്തിന് ശേഷം നടപടിയെടുക്കുവാൻ നിർബന്ധിതരാകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ 19 മനുഷ്യ തലയോട്ടികളും അതിൽ 16 പൂർണ്ണമായതും 3 കേടുപാടുകൾ സംഭവിച്ചതും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തുന്നു. അവയിൽ പലതും കുട്ടികളുടേതായിരുന്നു എന്നതാണ് ഏറെ ഹൃദയഭേദകം. ഇതിൽ പപ്പുലാലിൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു. അവശിഷ്ടങ്ങൾ ഭയാനകമായ ഒരു പാറ്റേണിലേക്ക് വിരൽ ചൂണ്ടി. ഇരകളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളായിരുന്നു. ചിലർ 5 വയസ്സ് മാത്രം പ്രായമുള്ളവർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവയവഛേദത്തിൽ കശാപ്പുകാരൻ്റേതുപോലെയുള്ള കൃത്യത വെളിപ്പെടുത്തി. ഇത് കുറ്റവാളികളുടെയും അവരുടെ ഉദ്ദേശത്തെയും കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തി. അന്വേഷണത്തിൻ്റെ കേന്ദ്രത്തിൽ 2 പുരുഷന്മാരായിരുന്നു. സമ്പന്നനായ വ്യവസായിയായ മോനീന്ദർ സിംഗ് പന്തേറും അയാളുടെ വീട്ടുജോലിക്കാരനായ സുരീന്ദർ കോലിയും. 2006 ഡിസംബർ 29-ന് നടന്ന ഇവരുടെ അറസ്റ്റ് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ചണ്ഡീഗർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായിയാണ് മോനീന്ദർ സിംഗ് പന്തർ. കുടുംബത്തിൽ നിന്നും അകന്ന് D5 ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അയാൾക്ക് ശക്തമായ സർക്കിളുകളുമായി ബന്ധവും സ്വാധീനവുമുണ്ട്. മുമ്പ് പാചകക്കാരനും തൊഴിലാളിയുമായി ജോലി ചെയ്തിരുന്ന ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള 6ാം ക്ലാസ് തോറ്റയാളായിരുന്നു സുരീന്ദർ കോലി. കോലി കുറ്റസമ്മതം നടത്തുകയും പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് സമ്മതിപ്പിക്കുക എന്ന് മൊഴിമാറ്റി പറയുകയും ചെയ്തു. കുറ്റകൃത്യ രീതി വിവരിച്ചത് ഇങ്ങനെ: കുട്ടികളെ വീട്ടിലേക്ക് ആകർഷിക്കുക, കഴുത്തുഞ്ഞെരിച്ച് കൊല്ലുക, അവരുടെ അവശിഷ്ടങ്ങൾ അഴുക്കുചാലിൽ തള്ളുക. എന്നാൽ ചില ചോദ്യങ്ങൾ മുഴച്ചു നിന്നു. കോലി ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത്, അതോ പന്തർ ഇത് അറിഞ്ഞിരുന്നോ? ഇത്രയും കൊലപാതകങ്ങൾ ആ സ്ഥലത്ത് ആരും അറിയാതെ ഒറ്റയ്ക്ക് എങ്ങനെ നടത്തുവാൻ സാധിക്കും? എന്തുകൊണ്ടാണ് പോലീസ് നേരത്തെയുള്ള പരാതികൾ അവഗണിച്ചത്? 2 വർഷമായി കുട്ടികളെ കാണാതാവുന്നതായി വീട്ടുകാർ പരാതിപ്പെടുന്നുണ്ടെങ്കിലും കാണാതായവർ ഒളിച്ചോടിയവരാണെന്ന് ആരോപിച്ച് പോലീസുകാർ അവരെ പറഞ്ഞു വിട്ടിരുന്നു. മൃതശരീരത്തിന്റെ എണ്ണം കൂടിയതോടുകൂടി ജനരോഷവും ഉയർന്നു. നോയിഡ പോലീസിൽ അശ്രദ്ധയും അഴിമതിയും ആരോപിച്ച് ഇരകളുടെ കുടുംബം രംഗത്ത് വന്നു. ഇരകൾ ദരിദ്രരായതിനാൽ പരാതികൾ അവഗണിച്ചതായും കേസ് അവഗണിക്കുവാൻ പോലീസിന് പണം നൽകിയതായും അവർ ആരോപിച്ചു. കേസ് CBIക്ക് കൈമാറിയെങ്കിലും അന്വേഷണം ഏറെക്കുറെ മന്ദഗതിയിലായി. 2007 ജനുവരിയിൽ CBI കേസ് ഏറ്റെടുക്കുകയും കൂടുതൽ അവശിഷ്ടങ്ങളും തെളിവുകളും കണ്ടെത്തുകയും അവയവക്കടത്തും കുട്ടികളുടെ അശ്ലീല ചിത്രം നിർമ്മിക്കൽ സംബന്ധിച്ച ആരോപണങ്ങളും അന്വേഷിച്ചുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അവയെ തള്ളിക്കളഞ്ഞു. കേസിൽ ഉൾപ്പെട്ട ഡോക്ടർമാർ അവയവങ്ങളിലെ മുറിവുകളുടെ കൃത്യത രേഖപ്പെടുത്തി. അവയവ വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തിയിരുന്നു. പന്തറിനും കോലിക്കുമെതിരെ CBI 19 FIR കേസുകൾ രജിസ്റ്റർ ചെയ്തു. എന്നാൽ അന്വേഷണം ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളായാണ് ഉയർന്നത്. ഇതൊരു കൊലപാതക പരമ്പര തന്നെ ആയിരുന്നുവോ, അതോ ഇതിന് പിന്നിൽ വലിയ സംഘത്തിൻ്റെ ഗൂഢാലോചന നടന്നിരുന്നുവോ? 2009-നും 2019-നും ഇടയിൽ പാന്തറും കോലിയും 1-ലധികം വിചാരണകൾ നേരിട്ടു. അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിച്ച ഒരു കേസുമായി കോടതികൾ പിടിമുറുക്കുന്നത് രാജ്യം വീക്ഷിച്ചു. പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള അന്വേഷണം വഴിത്തിരിവുകളാൽ നിറഞ്ഞതായിരുന്നു. 2009 ഫെബ്രുവരിയിൽ റിംബ ഹൽദാറിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുവരും കുറ്റക്കാരായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. മറ്റു കൊലപാതക കേസുകളിലുമായി കോലിക്കും വധശിക്ഷ ലഭിച്ചു. 5 കേസുകളിൽ 2 പാന്തറിനും കോലിക്ക് 16-ൽ 10 ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ 2009 സെപ്റ്റംബറിൽ അലഹാബാദ് കോടതിയിൽ റിംബ ഹൽദാർ കേസിൽ പാന്തറിനെ കുറ്റവിമുക്തനാക്കി. തുടർന്ന് 2015 ജനുവരിയിൽ കോലിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. 2023 ഒക്ടോബറിൽ മതിയായ തെളിവുകളില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അലഹബാദ് കോടതി
എല്ലാ കേസുകളിലും രണ്ടുപേരെയും കുറ്റവിമുക്തരാക്കി വെറുതെ വിട്ടു. ഇവരെ കുറ്റവിമുക്തരാക്കിയത് ഇരകളുടെ കുടുംബങ്ങളെയും രാജ്യങ്ങളെയും ഞെട്ടിച്ചു. തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ കൃത്യതയില്ലാത്ത അന്വേഷണമാണ് കുറ്റവാളികളെ വെറുതെ വിടുവാൻ കാരണമായതെന്ന് ജനങ്ങളിൽ പരക്കെ അഭിപ്രായമുയർന്നു. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം നിദാരി കൊലപാതകങ്ങൾ ഉണങ്ങുവാൻ വിസമ്മതിക്കുന്ന ഒരു മുറിവായി ഇന്നും അവശേഷിക്കുന്നു. ഈ കേസ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിയെയും പോലീസ് സംവിധാനത്തിലെയും ആഴത്തിലുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടി. നിദാരി കൊലപാതക കേസുകൾ ഒരു യഥാർത്ഥ കുറ്റകൃത്യ കഥയേക്കാൾ കൂടുതലാണ്. അവ സമൂഹത്തിൻ്റെ അസമത്വങ്ങളുടെ ഒരു കണ്ണാടി കൂടിയാണ്. നിദാരിയിലെ കുടുംബങ്ങൾക്ക് ഒരിക്കലും കോടതി മുറിയിൽ നീതി ലഭിച്ചില്ലായിരിക്കാം. എന്നാൽ സത്യത്തിനു വേണ്ടിയുള്ള അവരുടെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.